എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻ്റൽ പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം പരീക്ഷാഫലങ്ങൾ +2 റിസൾട്ടിൻ്റെ കൂടിയാണ് പ്രസിദ്ധീകരിക്കുക. അതായത് ഏകദേശം മെയ് 15-ാം തീയതിയോടെയാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് മെയ് 10-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാമെങ്കിലും ലേറ്റ് ആവുകയാണെങ്കിൽ ഏകദേശം മെയ് 15-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യേണ്ട വെബ്സൈറ്റാണ് keralaresults.nic.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് DHSC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേര് എന്ന് പറയുന്നത് എങ്ങനെയാണ് പേര് നൽകുന്നത് എന്നുള്ളതനുസരിച്ചാണ്. ചിലപ്പോൾ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നുണ്ടാവും, ചില സമയത്ത് ഇംപ്രൂവ്മെൻറ്റ് എന്ന് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് 2023 ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്കാണ്. കാരണം 2024 ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പിന്നീട് +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് 2023 ആ ഒരു ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയാണ് കാണാൻ പറ്റുക. നിങ്ങളുടെ റോൾ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ടാവും, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗമുണ്ടാവും. അത് ആ ഒരു ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നൽകുകയും അതിനുശേഷം സബ്മിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ഉണ്ടാവും, അതായത് ഓരോ സ്കൂളിലും കോഡ് ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈസ്കൂൾ ഉണ്ടാവും. ഹൈസ്കൂളിൻ്റെ കോഡ് മാറ്റമാണ്, ഹയർ സെക്കൻഡറിയുടെ കോഡ് മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ കോഡ് കൃത്യമായിട്ട് നോക്കുക. അത് dhsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ഹയർ സെക്കൻഡറിയുടെ കോഡ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കും. അതായത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയ നിങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ്, ഏതൊക്കെ വിഷയങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് CE മാർക്ക് ഉൾപ്പെടെയുള്ള മാർക്കാണ് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ടിൽ കാണിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ എത്ര മാർക്ക് CE കിട്ടാൻ സാധ്യതയുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ ആ ഒരു സബ്ജക്റ്റിന് ഇംപ്രൂവ്മെൻറ്റിന് കിട്ടിയ മാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടിൽ ഓരോ മാർക്കും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുകയും അതിൽ നിങ്ങൾക്ക് മാർക്ക് കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഏത് മാർക്കാണ് പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും 2 രീതിയിലായിരിക്കും പരീക്ഷ എഴുതിയിട്ടുണ്ടാകുക. ഒന്നാമത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ +2 പരീക്ഷ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എഴുതിയ വിദ്യാർത്ഥികൾ ഉണ്ടാവുക. അതുപോലെ ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ +2വും അതുപോലെ തന്നെ +1ലും ഓൾറെഡി പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥികൾ ഈ ഒരു +2ൻ്റെ അതായത് ഈ ഒരു പരീക്ഷ എഴുതിയ ശേഷം തോൽക്കുകയും പിന്നീട് +1 സബ്ജക്റ്റ് തോറ്റത് കാരണം ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു +1 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളിൽ ഈ ഒരു പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കുന്നത്, അതായത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് +2 പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മാർക്ക് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച മാർക്ക് ഏതാണോ, അതായത് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിന് മുമ്പുള്ളതാണോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിന് ശേഷമുള്ളതാണോ കൂടുതൽ മാർക്ക്, ആ ഒരു കൂടിയ മാർക്കാണ് പരിഗണിക്കുക. അതേസമയം നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലായിട്ട് അതായത് +1 +2 പരീക്ഷയിൽ ഓൾറെഡി എഴുതുകയും എന്നാൽ +2 പരീക്ഷയ്ക്ക് ശേഷം സേ പരീക്ഷ എഴുതുകയോ എഴുതാതിരിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ തോൽക്കുകയും ചെയ്തു, പിന്നീട് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ +1ൻ്റെ പരീക്ഷ എഴുതുകയും ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഇപ്പോൾ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കാണ് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് +2ൻ്റെ പരീക്ഷ ആദ്യമായിട്ട് എഴുതുകയും അതുപോലെ +1ൻ്റെ പരീക്ഷ കഴിഞ്ഞ വർഷം എഴുതിയിട്ട് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഈ ഒരു 2025 +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ എഴുതുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ ഏറ്റവും മെച്ചപ്പെട്ട മാർക്ക് പരിഗണിക്കും. അതായത് ഏറ്റവും നിങ്ങൾക്ക് ഇപ്പോഴാണോ ലഭിച്ച മാർക്ക് കൂടുതൽ അല്ലെങ്കിൽ മുമ്പത്തെ പരീക്ഷയിൽ ലഭിച്ച മാർക്കാണോ കൂടുതൽ, ഏതാണോ കൂടുതൽ ആ ഒരു മെച്ചപ്പെട്ട സ്കോറാണ് ഇപ്പോൾ പരിഗണിക്കുക. അതുപോലെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് അത് കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി +2 പരീക്ഷ എഴുതി അത് തോൽക്കുകയും പിന്നീട് സേ എഴുതുകയോ എഴുതാതിരിക്കുകയൊക്കെ ചെയ്ത് ഓൾറെഡി ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ +1ലെ സബ്ജക്റ്റ് ഫെയിൽഡ് ആയത് കാരണം ഇപ്പോൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ +1 ഇംപ്രൂവ്മെൻറ്റ് സേ പരീക്ഷ ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത് പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് നിങ്ങളെങ്കിൽ, അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗമാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന മാർക്കാണ് പരിഗണിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു +1ൻ്റെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. തോൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതിയത്, എന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു +1ൻ്റെയും അതുപോലെ +2ൻ്റെ പരീക്ഷയുടെയും റിസൾട്ട് ഒരുമിച്ചാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ +2 റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക. ജയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ +2 സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാവുന്നതാണ്. അതായത് +1ന് എത്ര മാർക്ക് കുറവുണ്ടോ ആ ഒരു മാർക്കും അതുപോലെ തന്നെ +2ന് ജയിക്കാൻ വേണ്ട മാർക്കും ടോട്ടൽ കൂട്ടിയിട്ട് ആ ഒരു മാർക്ക് നിങ്ങൾ +2ൻ്റെ സേ പരീക്ഷയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഇനി അതല്ല വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഇനി എപ്പോഴാണ് എന്നുള്ളത്. അടുത്ത +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് അടുത്ത 2026
വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ, അതായത് ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു മാസങ്ങളൊക്കെയാണ് രജിസ്ട്രേഷൻ സാധാരണ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ വരാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ ഇനി അടുത്ത +1 ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 തോൽക്കുകയാണ്, അല്ലെങ്കിൽ +2 റിസൾട്ട് വന്ന സമയത്ത് ഓവറോളായിട്ട് നിങ്ങൾ ഫെയിൽഡ് ആവുകയാണ് എങ്കിൽ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ അതനുസരിച്ച് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് +2വിൻ്റെ സേ പരീക്ഷ എഴുതുകയും എത്ര മാർക്കാണോ നിങ്ങൾക്ക് +1ന് കുറവുള്ളത് ആ ഒരു മാർക്കും +2 ജയിക്കാൻ വേണ്ട മാർക്കും ടോട്ടൽ നിങ്ങൾ ഈ ഒരു സേ പരീക്ഷയ്ക്ക് വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ജയിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ സേ, അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ ബാം റിസൾട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.